ഇവിടെ കൊള്ളാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ എല്ലാം അടിമകളും. ഇത്തവണയെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. ഒറ്റയ്ക്ക് BJP ഭരിക്കും കേരളം. അന്ന് കോൺഗ്രസിന്റെ ഗതികൾ എല്ലാവരും അംഗീകരിക്കും. ഈ ഗാന്ധി കുടുംബത്തിന്റെ ഒരു കുടുംബ സ്വത്തായി അല്ലെങ്കിൽ ഒരു തുരുത്തായി മാറുകയാണോ ഈ വയനാട് എന്ന് പറയുന്നത്? അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പോ കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ ഒരു നെഹ്റു കുടുംബത്തിന്റെ ഒരു വാഴ്ച കാണാൻ സാധിക്കുന്നു. അതായത് കേരളത്തിലെ കോൺഗ്രസുകാരെല്ലാം മാറി നിന്നിട്ട് നെഹ്റു കുടുംബം ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരത്തിലേക്കാണോ ഇനി ഈ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ മാത്രം കണ്ട പോരാ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പം പ്രൈമറിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം വയനാടാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് തന്നെ ഇവിടെ കൊള്ളാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ എല്ലാം അടിമകളും കൈവപ്പ് നിൽക്കുന്നവന്മാരും മാത്രമേ ഉള്ളെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയാം. ഇനിയിപ്പോ താമസിക്കാതെ ഇവരുടെ ഭർത്താവ് വധേരൻ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു. വധേരൻ താമസിക്കാതെ കാണാമെന്ന് പറഞ്ഞേട്ടെ ഇന്നലെ പറഞ്ഞു. അത് താമസിക്കാതെ നമുക്ക് പാർലമെന്റിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പം കേരളത്തിൽ അവർക്ക് പറ്റിയ സ്ഥലം കേരളമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും വയനാട്ടിലെ ജനങ്ങള് സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഗാന്ധി കുടുംബത്തെ ചുമക്കാനും വോട്ട് ചെയ്യാനും വേണ്ടി മാത്രം ജനിച്ചവരാണെന്ന് അവരൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് സ്ഥിരം വോട്ട് ചെയ്യാൻ മാത്രമേ സമയമുണ്ടല്ലോ. ഇപ്പൊ എത്രാമത്തെ വോട്ടിങ് ചെയ്ത് അതൊക്കെ ശരിയാണോ എന്ന് വോട്ട് ചെയ്യുന്ന ആള് ചിന്തിക്കട്ടെ. ഒരു പ്രാവശ്യം നമുക്ക് മര്യാദയ്ക്ക് വോട്ട് ചെയ്ത് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളിയെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ സൂക്കടങ്ങ് തീർന്നേ. അത് ചെയ്യാൻ വയനാട്ടിലെ ജനങ്ങൾക്ക് സന്മനസ്സില്ലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അപമാനമാണല്ലോ. കോൺഗ്രസ് നല്ല നേതാക്കന്മാർ കേരളത്തിൽ ഇല്ലെന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഉണ്ടെങ്കിൽ ഇതിപ്പോ അവിടെ പോയി അവിടെ ഏതുവരെ ഇന്ന് വരെയും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവിനെയും കേരളത്തെ പുറത്തുനിന്ന് എനിക്ക് ആക്കിയിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ എന്നാ മാത്രം ഈ രാജ്യസഭയിലെങ്ങാണ്ട് വേണുഗോപാലോ അതൊക്കെ ഇവിടെ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കി ഏതാ ഉള്ളത്? ഏതായാലും ഇത് ഇത്തവണയെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു വരവ് അത് കേരളത്തിലെ കോൺഗ്രസുകാരെ ഏതു തരത്തിലായിരിക്കും ബാധിക്കുന്നത്? പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്നത് അവർക്ക് വലിയ കാര്യമാണ്. ഇത് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. കോൺഗ്രസിനെ നയിക്കാൻ ഒരാളുണ്ടാവും. പ്രിയദർശിനി സെക്കൻഡ് എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കോൺഗ്രസുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഗ്രൂപ്പിസത്തിൽ ഏറ്റവും പേര് കേട്ടവരാണ് കോൺഗ്രസുകാർ. ഇന്ത്യയിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരാണ് അവർ. അപ്പോ ആ തരത്തിലേക്കുള്ള ഒരു കോൺഗ്രസിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ ഒരു തമ്മിലടി അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ചെറിയ പോരുണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഉണ്ടോ? അവർക്കിടയിൽ ഒന്നും ഉണ്ടായില്ല. അടിമ മനസ്സുള്ളവരില്ലേ. ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ ഭേദമാ പ്രിയങ്ക. ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? അപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോഴും ഭേദമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരത്തിയാണ് പ്രിയങ്ക എന്നതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ആരും തയ്യാറാവുന്ന ഞാൻ കരുതില്ല കോൺഗ്രസുകാരെങ്കിലും. കോൺഗ്രസുകാർക്ക് അടിമ മനസ്സിലുള്ള കോൺഗ്രസുകാരുടെ ഇപ്പം പ്രിയങ്കയോ ഇനിയും വളരെ നോക്കൂലിപ്പോ. അത് യാതൊരു സംശയമില്ല. ഇവിടെ കോൺഗ്രസുകാർക്കാരുള്ള വ്യക്തിത്വം ഉള്ളവർ വളരെ കുറവല്ലേ. അതിന്റേതായ കുഴപ്പമാണ്. ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, അവിടെ ആ മുരളീധരൻ ഇവിടെ തൃശ്ശൂർ തോറ്റ അയാൾക്ക് ആ സീറ്റ് കൊടുത്ത് കത്തുവോ? തൃശ്ശൂര് ആ വയനാട് അയാളെ പിടിച്ച് എങ്ങനെയും ജയിപ്പിച്ചേക്കും ഒരു മലയാളിയെ പാർലമെന്റ് വിടാൻ നോക്കുന്നതിന് പകരം അതും അവിടെ ചെന്നുകൊണ്ടിരിക്കുക ഉത്തരേന്ത്യ. ഇതൊക്കെ വളരെ മോശം പരിപാടിയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഒന്ന് ഉത്ബുദ്ധരായി കഴിഞ്ഞാൽ ആ പ്രശ്നം മേലിൽ ഉണ്ടാവില്ലെന്ന എന്റെ ഒരു കാഴ്ചപ്പാട്. നാളെ കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കേണ്ട സാഹചര്യം വന്നാൽ ഈ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയുടെ ഭർത്താവോ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല കോൺഗ്രസുകാർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ആളെ ഇറക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസിന് ഉണ്ടാകുന്നത്. ഇല്ല, സത്യത്തില് അങ്ങനെ ഒരു ഗതികേട് ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന പ്രശ്നം ഇല്ലല്ലോ. ഇനി അടുത്ത 26 ഇലക്ഷൻ ആ നിയമസഭാ ഇലക്ഷൻ BJP ഉത്തരവാദിത്വത്തോടെ രംഗത്ത് വന്നാൽ നിർണായകമായ സ്വാധീനമുള്ള പാർട്ടിയായിട്ട് BJP അങ്ങ് മാറുക. ഒരിക്കലും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. അപ്പം കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവരെല്ലാം പഞ്ചാണന്മാരാണെന്നുള്ളത് സമ്മതിച്ചു കൊടുത്ത് അവർ പിരിയേണ്ടി വരും. 29 BJP ഒറ്റയ്ക്ക് കേരളം ഭരിക്കും, ഒരു സംശയം വേണ്ട. ഒറ്റയ്ക്ക് BJP ഭരിക്കും കേരളം. അന്ന് കോൺഗ്രസിന്റെ ഗതികൾ എല്ലാവരും അംഗീകരിക്കും.
അപ്പൊ ഈ മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ചിരിക്കുന്ന വി ഡി സതീശന് പ്രതീക്ഷയ്ക്ക് വകയില്ല. അത് പോയി, അത് കീറിപ്പോയി. ആ മുഖ്യമന്ത്രി കത്തയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഉടുപ്പ് കീറിപ്പോയി. അതൊരു 6 കഷ്ണമായിട്ട് ഒന്നും ചെയ്യാനില്ല.